ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നവനീതം. അപ്പോൾ ഇന്നെന്താണ് ഞാൻ ഈ വലിയ പാത്രത്തിൻ്റെ അടുത്ത് നിൽക്കുന്നത് എന്നൊക്കെ എല്ലാവരും വിചാരിക്കുന്നുണ്ടായിരിക്കും. ഇന്നൊരു കുക്കിംഗ് വ്ളോഗാണ്. കുക്കിംഗ് വ്ളോഗ് റെസിപ്പി വീഡിയോ ഒന്നുമല്ല. നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി അധികമായിട്ട് കുറച്ച് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നു. ഞാൻ തന്നെയല്ല, സുത്തേനുണ്ട്, സുത്തേൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം ഞാനത് വിചാരിച്ചത് വ്ളോഗ് ആക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ രാവിലെ 6-6:30 ആയപ്പോൾ തന്നെ സുത്തേട്ടൻ പോയി ചിക്കനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴുകി വൃത്തിയാക്കി താനെ ചിക്കൻ ബിരിയാണി വെക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇല്ല, ഞങ്ങളും ഹെൽപ്പൊക്കെ ചെയ്തു. അപ്പം അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് വഴിയേ കാണാം. വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം സുത്തേട്ടൻ കഴുകി. സത്യസന്ധത ഇപ്പോൾ എല്ലാവരും കാണുന്നുണ്ടല്ലോ. എന്ത് ചെയ്യണം? ഒന്നും പറഞ്ഞു കാണത്തില്ല. അങ്ങനെ അതൊക്കെ കഴുകി എല്ലാം സെറ്റാക്കിയതിന് ശേഷം ഞങ്ങൾ മസാലയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അകത്ത് വന്ന് മസാലയൊക്കെ എടുത്ത് ചിക്കനെല്ലാം മാരിനേറ്റ് ചെയ്ത് അകത്ത് തന്നെ കൊണ്ടുവച്ചു. അതുപോലെ തന്നെ ഈ ബിരിയാണി വെക്കുന്നത് ഇതൊരു പ്രൊഫഷണൽ ബിരിയാണി വെക്കുന്ന ഒരു മെത്തേഡ് ആയിരിക്കണം എന്നില്ല കാണുന്നവർക്ക്. എങ്ങനെ ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് തുടങ്ങിയതാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, ഇപ്പോൾ എല്ലാവരും ഡിസ്കസ് ചെയ്യാണ്. അങ്ങനെ ഞങ്ങളിത് ഐശ്വര്യമായിട്ട് അത് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇതിനകത്തിലെ ആ പാത്രം നിങ്ങൾ ആർക്കെങ്കിലും മനസ്സിലായോ? കഴിഞ്ഞ് നമ്മളുടെ ഫുൾ വീഡിയോയ്ക്കകത്ത് ചാല മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ പാത്രം വാങ്ങാൻ പോയ ഒരു ഭാഗം ഉണ്ടായിരുന്നല്ലോ. അതിനകത്ത് സുത്തേൻ എടുത്തുകൊണ്ട് വരുന്ന അതേ ചെരുവൻ തന്നെയാണത്. ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണേ. അപ്പോൾ ഇത്രയും വലിയ പാത്രം നമുക്കില്ലായിരുന്നു. കുറച്ച് ക്വാണ്ടിറ്റി അതിലൊരു 10 പേർക്കൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് പാത്രം ഇല്ലാത്തതുകൊണ്ട് അന്ന് വാങ്ങിച്ചതാണിത്. ഇനി ഇതും കൂടെ കണക്ക് കൂട്ടി വാങ്ങിച്ചതാണ്. അങ്ങനെ ഞങ്ങൾ കത്തിച്ച് എണ്ണയും നെയ്യൊക്കെ ഒഴിച്ച് മസാലയൊക്കെ ഇട്ട് ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റാൻ തുടങ്ങി. പിന്നെ കുറച്ച് നേരത്തേക്ക് ഉള്ളി വഴണ്ട് വരാൻ കുറച്ച് സമയം വേണമല്ലോ. അങ്ങനെ സുത്തേൻ്റെ ഇരുന്ന് ഇളക്കലായിരുന്നു. അങ്ങനെ സവാളയൊക്കെ വഴണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി, മല്ലിയില, പുതിനയില എല്ലാം ഇട്ട് നന്നായിട്ട് വഴട്ടിയെടുത്ത് നല്ല സൂപ്പർ മസാല ഉണ്ടാക്കി. ആംബൂർ സ്റ്റൈൽ ബിരിയാണി പണ്ട് ഞാൻ ബാംഗ്ലൂർ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് എല്ലാവർക്കും അത് ഞാൻ ചെറുതായിട്ടൊന്ന് ചെയ്തപ്പോൾ ഇഷ്ടപ്പെട്ടു. അപ്പം എല്ലാവർക്കും വേണമെന്ന് പറഞ്ഞ് കുറേ മാസങ്ങളായിട്ട് അവർ ചോദിക്കുന്നു. അപ്പം ശരി, ഇന്നങ്ങ് ചെയ്ത് കൊടുക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ മാസ്റ്റർ ഷെഫ് ഇതൊരു ഫ്യൂഷനാണ്, ട്രാവൻകൂർ ആംബൂർ ഫ്യൂഷൻ. സുത്തേനോട് ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ, സുത്തേട്ടാ എന്താ പറയാനുള്ളതെന്ന്. ഇതേ കണ്ടില്ലേ, അപ്പോഴത്തേക്കും തള്ളി മറിക്കുകയാണ്. പിന്നെ ഞങ്ങൾ വെള്ളം ചൂടാക്കാൻ വെച്ചു, നമ്മുടെ ചോറ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വെള്ളമൊക്കെ വെച്ച് അതിനകത്ത് കുറേ മസാലയൊക്കെ ഇട്ട് വെള്ളം തിളച്ചപ്പോൾ അരിയിട്ട്, കൈമ അരിയാണ് യൂസ് ചെയ്തത്. എപ്പോഴും കൈമ അരിയാണ് മിക്കവാറും ഇവിടെ ബിരിയാണി ഉണ്ടാക്കാൻ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അതൊക്കെ വെച്ച് ചോറൊക്കെ സെറ്റാക്കി പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ആസ്വദിച്ച് കുക്ക് ചെയ്യുമ്പോൾ നല്ല രസമാണല്ലേ. പക്ഷേ എല്ലാം ചടപടയിൽ പെട്ടെന്ന് കഴിഞ്ഞ പോലെ ആയിരുന്നു എനിക്ക് ഫീൽ ചെയ്ത്. അത് കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ് ആയിരുന്നു ഭയങ്കര പാട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സെറ്റാക്കി എടുക്കുവാണ് ബിരിയാണി. ഇങ്ങനെ പഴയ മലയാളം പാട്ടൊക്കെ കേട്ട് നൊസ്റ്റാൾജിയ അടിച്ച് കുക്ക് ചെയ്ത് എല്ലാം ഫിനിഷ് ചെയ്തെടുത്തു. നല്ല രസമായിരുന്നു കുക്കിങ്ങും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ വളരെ ആസ്വദിച്ച് കുക്കിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം സവാള വറുത്തെടുത്തു, കാഷ്യൂ, കിസ്മിസ് എല്ലാം വറുത്തെടുത്ത് എല്ലാം ദം ചെയ്ത് എല്ലാം സെറ്റാക്കി അതിന് ശേഷം പാക്ക് ചെയ്ത് കൊണ്ടുപോയി എല്ലാവരും കഴിച്ച് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു. ഓഫീസിൽ കൊണ്ടുപോയി അവിടെ എല്ലാവർക്കും കൊടുത്തപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞത്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 30-35 ബിരിയാണിയോളം വേണമായിരുന്നു. അപ്പോൾ അതനുസരിച്ച് നമ്മളെല്ലാം സെറ്റാക്കി പാക്ക് ചെയ്ത് കൊടുത്ത് വിട്ടു. അപ്പോൾ ഞങ്ങളുടെ ഒരു കുഞ്ഞു വീഡിയോ ഇതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടതാരും സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും കമൻറ്റ്സ് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് വേറൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് കാണാം. പിന്നെ സൈൻ ഓഫ് പറയാൻ ആക്ച്വലി ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. എഡിറ്റ് ചെയ്യാൻ നേരമാണ് നോക്കിയത്, സൈൻ ഓഫ് വീഡിയോ ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ ഫ്രണ്ട്സ്. നമുക്ക് വേറെ വീഡിയോ കാണാം.